ഈ നാളുകൾ നമ്മൾ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുകയാണ്. കൊലപാതകങ്ങളും അക്രമങ്ങളും ലൈംഗിക അരാജകത്വങ്ങളും പാപമ്ലേച്ഛതകളുടെ അതിപ്രസരവും, മയക്കുമരുന്ന്, കഞ്ചാവ്, മറ്റ് ലഹരിയുടെ വലിയ അടിമത്തങ്ങളും ബന്ധനങ്ങളും നമ്മൾ ഓരോ ദിനവും അറിയുന്നു. നമ്മുടെ നീതിബോധത്തെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തുന്ന ദുഃഖകരമായ അനേകം സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒത്തിരിയേറെ പേർ അസ്വസ്ഥരാണ്. എന്താണ് ഇതിനുള്ള പ്രതിവിധി? എങ്ങനെ നമ്മുടെ നാട് ഇനി സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കൃപയുടെയും ദേശമായി മാറും? ഒത്തിരിയേറെ ജീവിതങ്ങൾ വളരെ സങ്കടത്തോടെ ചിന്തിക്കുന്ന കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഉന്നതമായൊരു ദൈവിക ഇടപെടൽ നമ്മുടെ നാടിന് ആവശ്യമാണ്. മാനുഷികമായ പദ്ധതികളും ആസൂത്രണങ്ങളും ഉപദേശങ്ങളും അവബോധങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മുടെ തലമുറയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും അടിസ്ഥാനപരമായ മാറ്റം സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെ നമ്മുടെ നാടിനും തലമുറയ്ക്കും ആവശ്യമാണ്. പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായത്തിലെ ചെങ്കടൽ കടത്തി ദൈവം തന്റെ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട് 3 ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അവർ ഷൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാണ്. 22-23 വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കാം. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. ആ കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ആ ദേശത്തിന് മാറ എന്നുള്ള പേര് നൽകപ്പെടുകയാണ്. കാരണം അത് കയ്പേറിയ അതികഠിനമായ കയ്പിന്റെ ദേശമായിരുന്നു. അവരതിനെ വിളിച്ചു മാറ. ഇന്ന് നമ്മുടെ നാട് ഏകദേശം ഈ ഒരു സ്ഥിതിയിലായിരിക്കുകയാണ്. ഓരോ ദിനവും ഒത്തിരിയേറെ കയ്പേറിയ, നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കാണുകയും കേൾക്കുകയും നാം ചെയ്യുന്നത്. ഈ മാറ എന്നുള്ള ആ ഒരു അവസ്ഥ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം കൃത്യമായ ഒന്നായി എനിക്ക് അനുഭവപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും തലമുറകളും നമ്മുടെ സൊസൈറ്റി എല്ലാം ഇന്ന് ഈ കയ്പിന്റെ, വേദനയുടെ, കണ്ണുനീരിന്റെ, പലവിധ അതിക്രമങ്ങളുടെ, അക്രമങ്ങളുടെ, കൊലപാതകങ്ങളുടെ, അരാജകത്വത്തിന്റെ ഒരു സ്വാധീന ബന്ധനത്തിലാണെന്ന് ഇന്നത്തെ വാർത്തകളും ഇതിനോട് അധിഷ്ഠിതമായ സംഭവ വികാസങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അവർ ആ ദേശത്തിന് മാറ എന്ന് പേരിട്ടു. ആ ലാൻഡ്, ആ സ്ഥലം മാറ എന്ന് വിളിക്കപ്പെട്ടു. എന്റെ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, ഈ കയ്പുകളെ ഞാൻ മാറ്റും. നാം ആദ്യ വചനത്തിൽ അതാണ് കേട്ടത്. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തും, നിങ്ങളുടെ ദേശത്തെ ഞാൻ സൗഖ്യമാക്കും, നിങ്ങളുടെ നാടിനെ ഞാൻ അനുഗ്രഹിക്കും, ഈ കയ്പുകളെ ഞാൻ മധുരമുള്ളതാക്കി മാറ്റും, മാധുര്യമുള്ളതാക്കി മാറ്റും, നമ്മുടെ സങ്കടങ്ങളെ ആനന്ദമാക്കി മാറ്റുവാൻ, നമ്മുടെ തകർച്ചകൾ ഉയർച്ചകളാക്കി മാറ്റുവാൻ, നമ്മുടെ പ്രതിബന്ധങ്ങളെ തകർക്കുവാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം തരുവാൻ, നമ്മുടെ നാടിനെ ഐക്യതയിലും സ്നേഹത്തിലും വളർത്തുവാൻ, മാനുഷിക കരങ്ങൾക്ക് അതിന് പൂർണ്ണമായും പ്രാപ്തിയില്ല. ദൈവമായ കർത്താവിന് മാത്രമാണ്, ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് മാത്രമാണ് ഈ
മാറകളെ മധുരമുള്ളതാക്കി, കൃപയുള്ളതാക്കി, ഈ കയ്പുകളെ എല്ലാം അനുഗ്രഹമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കുന്നത്. നമുക്കതിനായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ജെറമിയ പ്രവചനം 22:17 പരിശുദ്ധ വചനം പറയുന്നു, വേദനയോടെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാ, നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിനും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിനും മർദ്ദനവും അക്രമവും അഴിച്ചു വിടുന്നതിനും മാത്രം വ്യാപൃതമായിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ വചനം എത്ര അർത്ഥവത്താണ്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിനവും ഈ പരിശുദ്ധ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ആശ്ചര്യകമായി സംഭവിച്ചു കൊണ്ടിരിക്കും നമ്മൾ കാണുകയാണ്. നിന്റെ കണ്ണും കരളും വഞ്ചനയാൽ നിറഞ്ഞിരിക്കുന്നു. പണത്തിനു വേണ്ടി, നേട്ടത്തിനു വേണ്ടി, മാനുഷികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാനും ഏത് ചെയ്യാനും മടിയില്ലാത്ത, അതിനെ വ്യക്തികളെ കൊല്ലുവാനും തകർക്കുവാനും നശിപ്പിക്കുവാനും മടിയില്ലാത്ത, നീതിബോധം നഷ്ടപ്പെട്ട, മനസാക്ഷി കരിഞ്ഞുപോയ ഒരു തലമുറയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു പോവുകയാണ്. ആ വിധം ഇന്ന് കാര്യങ്ങളെല്ലാം ദുഷിച്ച് ദുഷ്കരമായി തീർന്നിരിക്കുന്നു. പണലാഭത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി എന്തു ചെയ്യാനും, അവിടെ കൊല്ലുവാനോ തകർക്കുവാനോ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ, ജീവിതങ്ങളെ ഇല്ലാതാക്കുവാനോ ഒരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടം. വീണ്ടും വേദനയോടെ ആത്മാവ് പറയുകയാണ്. ജെറമിയ പ്രവചനം 6-ാം വചനത്തിൽ, കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു. ഓരോ ദിവസവും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. അക്രമത്തിന്റെയും നശീകരണത്തിന്റെയും സ്വരമേ അവളിൽ നിന്ന് ഉയരുന്നു. നമ്മുടെ ദേശങ്ങളിൽ നിന്ന് ഉയരുന്നത് എന്തിന്റെ സ്വരമാണ്? വേദനയുടെ സ്വരങ്ങള്, നിലവിളികൾ ഉയരുകയാ. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. രാഷ്ട്രീയ കൊലപാതകങ്ങള്, മറ്റ് അക്രമങ്ങള്, വയലൻസ് ഇന്ന് ഒരുപാട് വർദ്ധിച്ചു. അത് വർദ്ധിക്കുവാൻ പല പല കാരണങ്ങൾ ഉണ്ടാകാം. എന്ന സഹോദരങ്ങളെ, ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഇതെല്ലാം ഇന്ന് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. സമാധാനം ഇല്ലാതായിരിക്കുന്നു. കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ പുതിയ പുതിയ പാപങ്ങളും അരാജകത്വങ്ങളും അക്രമങ്ങളും നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നുവെന്ന് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് കാണിച്ചു തരികയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6:5 വേദനയോടെ കർത്താവ് പറയുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അർത്ഥവത്താന്ന് എനിക്ക് തോന്നിപ്പോവുക. കർത്താവ് നോക്കുമ്പോൾ, നമ്മുടെ നാടിനെ കർത്താവ് നോക്കുമ്പോൾ എന്താണ് അവിടത്തേക്ക് ഉണ്ടാകുന്ന അനുഭവം? ദൈവമായ കർത്താവിനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇത്രമാത്രം വേദനയുണ്ടെങ്കിൽ കർത്താവിന് എന്തുമാത്രം വേദനയുണ്ടാകും നമ്മുടെ നാടിനെ, ദേശത്തെ പ്രതി, ഈ തലമുറയെ പ്രതി. ഓരോ ദിവസവും നമ്മൾ ഇന്നലെ ഇന്നൊക്കെ നമ്മൾ കണ്ടു എന്തുമാത്രം മയക്കുമരുന്നുകളാണ് നമ്മുടെ ഈ നാട്ടിൽ റേഡിലൂടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിക്കാത്ത എത്ര ഇതുപോലെയുള്ള മയക്കുമരുന്ന് കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ വളരെ തകൃതിയായി നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുക. ആയിരങ്ങളല്ല, 10,000-കണക്കിന് യുവജനങ്ങള്, കുഞ്ഞുങ്ങള്, എന്തിനെ പ്രായവ്യത്യാസമില്ലാത്ത അനേകരെ ഈ മയക്കമരുന്നിനും MDMAക്കും കഞ്ചാവിന് അടിമപ്പെട്ട് ജീവിതം നശിക്കുന്നു. അവരിലൂടെ അനേകരും നശിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിനു വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തേണ്ടത്,
ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഞങ്ങളെ നാടിനെ സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ നാടിനെ കഴുകണമേ, എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അരാജകത്വങ്ങളിൽ നിന്നും സകലവിധ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ വീണ്ടെടുക്കണമേ. നിലവിളിയോടെ നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന് മുൻപിൽ കരങ്ങൾ ഉയർത്തുവാൻ കഴിയും? എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനങ്ങള്. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, 1 John chapter 5 verse 19, 1 യോഹന്നാൻ 5:19, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. നാട്, നമ്മുടെ ദേശങ്ങള്, നമ്മുടെ നാട്, ലോകരാജ്യങ്ങള് ഇതൊരു ദേശത്തെയോ ഒരു നാട്ടിലെയോ പ്രാദേശികമായ വിഷയം മാത്രമല്ല. ലോകവ്യാപകമായി ഇതുപോലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും മ്ലേച്ഛതകളും സകലവിധ തിന്മകളും നമ്മളിന്ന് ഓരോ ദേശത്തും രാജ്യത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണ്. ആരാണ് ഈ ദുഷ്ടൻ? പിശാചാണ്. ഈ ദുഷ്ടൻ സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്നവനാണ്. അവന്റെ കരവലയത്തിലാണ്, അവന്റെ പിടിയിലാണ് ഈ ഒരു കാലഘട്ടമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് സത്യവചനമാണ്. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. വചനം ഒരിക്കലും കള്ളം പറയുന്നില്ല. ഇത് ദൈവത്തിന്റെ മനസ്സും പദ്ധതിയുമാണ്. സഹോദരങ്ങളെ, ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണ്. അതുകൊണ്ട് പ്രവാചകൻ വേദനയോടെ, ഹൃദയ നൊമ്പരത്തോടെ വിളിച്ചു പറയുന്നത് ജെറമിയ പ്രവചനം 23:10. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു. ലൈംഗിക അരാജകത്വങ്ങൾ മാത്രമല്ല, മയക്കമരുന്ന് കൊണ്ട്, കഞ്ചാവ് കൊണ്ട്, അക്രമങ്ങൾ കൊണ്ട്, ദുഷിപ്പ് കൊണ്ട്, എല്ലാവിധ തിന്മകളാലും നാട് മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്ന് പ്രവാചകൻ വിലപിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ നാട് തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എല്ലാവിധ അരാജകത്വങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹൃദയവേദനയോടെ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ ദേശത്തിനു വേണ്ടി ഒന്ന് ചങ്ക തുറന്ന് വിളിച്ച് ഈ ദേശം സൗഖ്യമാക്കപ്പെടണം, സുഖപ്പെടണം. ഹീൽ ദ ലാൻഡ്. കർത്താവിൽ നിന്ന് സൗഖ്യം ഒഴുകണം, രക്ഷാകര സൗഖ്യം, ദൈവകരുണ വ്യാപരിക്കണം, ദേശം മുഴുവൻ വ്യാപരിക്കണം, ദേശവാസികളിലേക്ക് വ്യാപരിക്കണം. കരമുയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ. വിശ്വാസത്തോടെ വിളിക്കുന്നു, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ നാടിനെ അനുഗ്രഹിക്കണമേ, നാടിനെ അനുഗ്രഹിക്കണമേ, നാടിനെ അനുഗ്രഹിക്കണമേ. എല്ലാ അക്രമത്തിൽ നിന്നും അരാജകത്വങ്ങളിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങൾ നാടിനെ വിടുവിക്കണമേ. ഈശോ സ്തുതിക്കുന്നു. പവർ, പവർ. ദേശം ഉണരട്ടെ, ദേശം ഉണരട്ടെ, ദേശം നവീകരിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം സുഖപ്പെടട്ടെ. ഹീൽ ദ ലാൻഡ്. ദേശം സുഖപ്പെടട്ടെ. കൈകൾ പരസ്പരം കോർത്തു പിടിച്ച്, സാധിക്കുന്നവർ കരങ്ങൾ കോർത്തു പിടിച്ച്, കരങ്ങൾ കോർത്തു പിടിച്ച്. ദേശം ഉണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ദേശങ്ങൾ ഉണരട്ടെ, നമ്മുടെ ദേശം സുഖപ്പെടട്ടെ, സുഖപ്പെടട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ. ജീസസ്. ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ദേശം ഉണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ദേശം ഉണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. കരമുയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ.
വിശ്വാസത്തോടെ വിളിച്ച ഈശോയെ, നാടിനെ അനുഗ്രഹിക്കണമേ, നാടിനെ അനുഗ്രഹിക്കണമേ, നാടിനെ സുഖപ്പെടുത്തണമേ. നാട് എല്ലാവിധ അരാജകത്വങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, അക്രമങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, തിന്മകളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവ്, ഞാൻ നാടിനെ ശുദ്ധീകരിക്കണേ, ഞാൻ നാടിനെ കഴുകണമേ, അങ്ങയുടെ കരുണയാൽ കഴുകണമേ, അവിടുത്തെ കൃപയാൽ പുനരുദ്ധരിക്കണമേ, വീണ്ടെടുക്കണമേ. ഈശോ 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 ഈശോ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. മൈറ്റി പവർ, മൈറ്റി പവർ, മൈറ്റി പവർ. ആമേൻ. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ദൈവത്തിന് മാത്രമേ ഈ മാറ്റങ്ങൾ നൽകുവാൻ സാധിക്കുള്ളൂ. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് നിസ്സഹായരായി നിൽക്കുന്ന ചില പച്ചയായ അനുഭവങ്ങളുണ്ട്. നമ്മുടെ ദേശത്തെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ ഇടപെടലുകൾക്കപ്പുറമായി ഒരു ദൈവിക ഇടപെടൽ നമ്മുടെ തലമുറയ്ക്ക് വളരെ വളരെ ആവശ്യമായിരിക്കുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ശുശ്രൂഷയ്ക്കായി ഒന്നിച്ചു വന്നിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 22, 23 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം ഈ വചനങ്ങൾ വായിക്കുക. യെശയ്യാ പ്രവചനം 21 മുതലുള്ള തിരുവചനങ്ങൾ. 21 മുതൽ. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, എങ്ങനെ നമ്മുടെ പട്ടണങ്ങൾ, നമ്മുടെ നാട് ഈ മ്ലേച്ഛതയാലും അരാജകത്വത്താലും നിറഞ്ഞിരിക്കുന്നു. എങ്ങനെ നമ്മുടെ നാട് ഇങ്ങനെയായി എന്നാണ് തിരുവചനം ചോദിക്കുന്നത്. വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു, നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വചനം കൃത്യമല്ലേ എന്ന് തോന്നിപ്പോവുക. നീതിയും ന്യായവും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി ഇല്ലാതായി എന്നല്ല പറയുന്നത്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഓരോ ദിവസവും അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കൊലപാതകികൾ വർദ്ധിക്കുന്നു, തിന്മയുടെ അരാജകത്വങ്ങൾ വർദ്ധിക്കുന്നു, സകലവിധ ദുഷിപ്പുകളും അക്രമങ്ങളും ഇന്ന് ഒത്തിരി വർദ്ധിച്ചു വരുന്നു. നീതിയും ധർമ്മവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രവാചകൻ വേദനയോടെ വിളിച്ചു പറയുകയാണ്. 22-ാമത്തെ വചനം, നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു, അതിൽ കലർപ്പുണ്ടായിരിക്കുന്നു, അതിന്റെ ക്വാളിറ്റി പോയിരിക്കുന്നു, ക്വാളിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു, കിട്ടമായി മാറിയിരിക്കുന്നു. നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു, അത് ഡൈലൂട്ട് ചെയ്യുന്നു. അതിന്റെ ഒറിജിനൽ, ആ ഒറിജിനലിൽ നിന്ന് കൃത്യമായ ഫോം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ, തിന്മകള്, അസ്വസ്ഥതകള്, മ്ലേച്ഛതകളെല്ലാം ഇന്ന് അതുപോലെ വർദ്ധിച്ചിരിക്കുകയാണ്. ആ ഒറിജിനൽ ഫോം നമുക്ക് നഷ്ടപ്പെട്ടു. സ്നേഹത്തിന്റെ, സഹോദര്യത്തിന്റെ, ഐക്യതയുടെ, കൂട്ടായ്മയുടെ ഒരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്തൊരു ഒത്തൊരുമയായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. വിദ്വേഷങ്ങളും അക്രമങ്ങളും അടിപിടികളും കൊലപാതകങ്ങളും എന്നു വേണ്ട, ഇതൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. വല്ലപ്പോഴൊക്കെ. ഇന്ന് ഓരോ ദിവസവും തന്നെ അത് പലയിടങ്ങളിലും ഇന്ന് പലപ്പോഴും അത് പല പ്രാവശ്യമായി ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കിട്ടമായി മാറുന്ന അവസ്ഥ, ഉപയോഗശൂന്യമായി പോകുന്ന അവസ്ഥ. 23-ാം വചനത്തിൽ വീണ്ടും പ്രവാചകൻ വേദനയോടെ പറയുന്നു, നിന്റെ പ്രഭുക്കന്മാര് കലഹപ്രിയരാണ്, അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു, സകലരും കോഴ കൊതിക്കുന്നു. കൈക്കൂലി, കോഴ, പണത്തിനു വേണ്ടിയുള്ള ആർത്തി. അവിടെ ജനത്തിന്റെ നന്മയോ പൊതുസമൂഹത്തിന്റെ വളർച്ചയേക്കാൾ ഉപരി എനിക്ക് പണം കിട്ടണം, എനിക്ക് പണം വേണം, പണത്തിന് വേണ്ടി എന്തും ചെയ്യുക. പറ്റിക്കാനും വഞ്ചിക്കാനും ചതിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനും ഒരു മടിയുമില്ലാത്ത വിധം മനസാക്ഷി കരിഞ്ഞുപോയ ഒരു തലമുറയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുമാറ് അതുപോലെ കാര്യങ്ങൾ ഇന്ന്
ദുഷിച്ചു വരുന്നു. നിന്റെ പ്രഭുക്കന്മാരെ കോഴ കൊതിക്കുന്നു. കള്ളന്മാരോട് ചേർന്ന്, അതിക്രമികളോട് ചേർന്ന്, അവർ പല പല മാഫിയ സംഘങ്ങളോട് ചേർന്ന് കൂട്ടുചേരുന്നു. എത്ര കൃത്യമാണ് പരിശുദ്ധ വചനം! കൂട്ടുചേരുന്നു. തുടർന്ന് എന്താ വചനം പറയുന്നത്? സമ്മാനത്തിന്റെ പിന്നാലെ പായുന്നു. അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. തന്മൂലം ദേശം മുഴുവനിലും, നാട് മുഴുവനിൽ എന്ത് സംഭവിക്കുന്നു? ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 11-12 തിരുവചനങ്ങളിലൂടെ ആത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ, നമ്മുടെ ദേശം മുഴുവൻ, നാട് മുഴുവൻ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. എന്റെ സഹോദരങ്ങൾ, എന്തുമാത്രമാണ് പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ ഈ സത്യങ്ങൾ പഠിപ്പിക്കുന്നത്. വീണ്ടും എസെക്കിയേൽ പ്രവചനം 8:17 ആ വചനം വേഗത്തിൽ വായിച്ച് അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്രൻ, നീ കണ്ടില്ലേ യൂദാ ഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസാരമാണോ? അവർ ദേശത്തെ, അവർ നാടിനെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു. അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട്, അനീതികൾ കൊണ്ട്, തിന്മകൾ കൊണ്ട് ദേശത്ത് നിറച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ വിലാപമാണ്. ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വേദനയും നൊമ്പരവുമാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു, അനീതി കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇതിനുള്ള പരിഹാരം എന്താ? ദൈവജനം കണ്ണുനീരോടെ ദേശത്തിന്റെ സൗഖ്യത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ച് നിലവിളിയോടെ പ്രാർത്ഥിക്കുക. ഈശോയേ, കൃപ ചൊരിയണമേ, കരുണ വർഷിക്കണമേ, ദേശത്തെ സുഖപ്പെടുത്തണമേ. സ്തുതിക്കുന്നു. ഓ, കൃപ ഒഴുകട്ടെ. കൃപ വേണമപ്പ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ ദേശത്തിന് കൃപ വേണം. ഓ മൈറ്റി ലോർഡ്, ദേശവാസികൾക്ക് കൃപ വേണമപ്പ, മക്കൾക്ക്. നാനാജാതി മതസ്ഥരായ ഞങ്ങളെല്ലാ സഹോദരി സഹോദരങ്ങളിലേക്കും കൃപ ഒഴുകട്ടെ. കൃപ വേണമപ്പ, ജീസസ് മക്കൾക്ക്, നാടിനെ കൃപ വേണമപ്പ, നാടിനെ. ആമേൻ. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച്, ശക്തിയോടെ സ്തുതിച്ച്, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. കരുണ ഒഴുക്കണമേ, സൗഖ്യം പകരണമേ, സൗഖ്യം നൽകണമേ, നാടിനെ സുഖപ്പെടുത്തണമേ, ദേശത്തെ സൗഖ്യമാക്കണമേ, ദേശവാസികൾ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ എല്ലാ അക്രമങ്ങളിലേക്കും, എല്ലാവിധ അരാജകത്വങ്ങളിലേക്കും, ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളിലേക്കും കൃപ ഒഴുകട്ടെ, സൗഖ്യമൊഴുകട്ടെ. സ്തുതിക്കുന്നു. കൃപ. ഷിയാരി ബാബാ. ഓ ജീസസ്. സഹോദരങ്ങളെ, പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രവചനാത്മകമായ ചിത്രമാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രൊഫറ്റിക് പിക്ചർ. ഞാൻ ഈ തിരുവചന ഭാഗങ്ങൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചപ്പോൾ
ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, പരിശുദ്ധാത്മാവ് എത്ര സർവജ്ഞാനിയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ പരിശുദ്ധ വചനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ പരിശുദ്ധ വചനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് ആത്മാവ് കാണിച്ചു തരികയാണ്. ഇത് നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ചാണ്, ഇത് നമ്മുടെ തലമുറയെക്കുറിച്ചാണ്, നമ്മുടെ നാടിനെക്കുറിച്ചും ദേശത്തെക്കുറിച്ചുമാണ് ഈ വചനങ്ങളിൽ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഫസ്റ്റ് തിമോത്തി chapter 6 verse 2 to 4, 3-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വചനങ്ങൾ 2 തിമോത്തിയോസ്. അപ്പോൾ ആ കാലത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ തലമുറയിലുള്ള മനുഷ്യരെ കുറിച്ച് വചനം വെളിപ്പെടുത്തുക. അപ്പോൾ സ്വാർത്ഥ സ്നേഹികള്, എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ സ്വരം ഈ വചനം വായിച്ചേ. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ, ഒരുമിച്ച് വായിച്ചേ. സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാർ അനുസരിക്കാത്തവരും നന്ദിയില്ലാത്തവരും, കൃതജ്ഞര് നന്ദിയില്ലാത്തവരാണ്, നന്ദി കെട്ട ജനം, നന്ദിയില്ലാത്തവരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. എത്ര കൃത്യമാണ് പരിശുദ്ധ വചനം. സ്വാർത്ഥ സ്നേഹികള്, ധനമോഹികള്, പണത്തിന് വേണ്ടി അതിന് കഞ്ചാവ് കൊടുക്കണേ. അവിടെ ഈ തലമുറ നശിക്കുന്നു. ആ വേദനയില്ല. എനിക്ക് പണം കിട്ടണം, എനിക്ക് സുഖം കിട്ടണം, എനിക്ക് ധാരാളിത്തത്തോടെ ജീവിക്കണം, എനിക്ക് സുഖമായി സുന്ദരമായി ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിയണം. അതിനുവേണ്ടി ആരെ കൊല്ലാനും നശിപ്പിക്കാനും ഒരു മടിയുമില്ല. എനിക്ക് പണം ഉണ്ടാക്കണം. കഞ്ചാവ് വിറ്റിട്ടാണെങ്കിൽ, MDMA വിറ്റിട്ടാണെങ്കിൽ, അത് വ്യഭിചാരം ചെയ്തിട്ടാണെങ്കിൽ, അത് ഏത് പാപമടച്ചത് ചെയ്തിട്ടാണെങ്കിലും, അത് മയക്കമരുന്ന് കൊടുത്തിട്ടാണെങ്കിലും, മറ്റൊരു വ്യക്തി കൊന്നിട്ടാണെങ്കിലും എനിക്ക് ലാഭം ഉണ്ടാക്കണം. ധനമോഹം, ഇതിന് പുറകിൽ എന്താ? സ്വാർത്ഥതയാണ്, സെൽഫിഷ്നെസ്. സ്വാർത്ഥമോഹികൾ, സ്വാർത്ഥ സ്നേഹികൾ, സ്വന്തം കാര്യം ചിന്താവ, മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല, അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല, അവരുടെ വേദന മനസ്സിലാക്കുന്നില്ല. എനിക്ക് സുഖിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് ആഘോഷിക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാർ അനുസരിക്കാത്തവരെ, ഇന്ന് ഒരുപാട് കുടുംബങ്ങളെ വേദന ഇതാ. അനുസരിക്കാത്ത മക്കള്, തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരെ, അവര് വിപരീത ബുദ്ധി, മാതാപിതാക്കളെ കയ്യേറ്റം ചെയ്യുന്നു. നമ്മൾ കാണുന്നില്ലേ? അമ്മയെ കൊല്ലുന്ന മകൻ, അപ്പനെ വെട്ടി നുറുക്കുന്ന മകൻ, അപ്പനെ വഞ്ചിക്കുന്ന മകള്. എന്റെ സഹോദരങ്ങളെ, നൈമിഷിക സുഖത്തിന് വേണ്ടി തങ്ങളുടെ ഈ പരിശുദ്ധമായ നിർമ്മലമായ ശരീരത്തിന്റെ ശുദ്ധി മനസ്സിലാക്കാതെ ശരീരത്തെ പാപത്തിനായി വിൽക്കുന്നവര്, മ്ലേച്ഛതയ്ക്കായി വിൽക്കുന്നവര്, അല്പസമയത്തെ സുഖത്തിനു വേണ്ടി. എന്റെ സഹോദരൻ, എത്ര ഘോരമായ തിന്മകളെ സംഭവിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്താ? സ്വാർത്ഥതയാണ്. സ്വാർത്ഥത, സ്വാർത്ഥ സ്നേഹികള്, നന്ദിയില്ലാത്തവരെ, അനുസരണമില്ലാത്തവരെ, ധനമോഹികള്. അവസാന നാളുകൾ എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള പ്രവചനാത്മകമായ ചിത്രമാണ്. ഇറ്റ്സ് എ പ്രൊഫറ്റിക് പിക്ചർ. 3-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, അവർ മനുഷ്യത്വമില്ലാത്തവർ. നമ്മൾ കണ്ടില്ല, മനുഷ്യത്വമില്ലാത്തവരെ, പട്ടിയെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് പോലെ ജീവിതങ്ങളെ കൊല്ലുന്നു. നമ്മൾ വാർത്തകളൊക്കെ കേട്ടതാ. 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുഞ്ഞിനെ സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊന്നു, നെഞ്ചകൊക്കെ ഉപയോഗിച്ച്. എന്തൊരു ക്രൂരമായ അവസ്ഥ സഹോദരങ്ങളെ. മനുഷ്യത്വമില്ലാത്തവരെ, മനുഷ്യത്വം അത് നശിച്ചു പോയവരെ. ഒരു അല്പെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത്. മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും, തന്നിഷ്ടം, എനിക്ക് ഉചിതമെന്ന് ഞാൻ അങ്ങ് ചെയ്യും, എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യും, എന്നെ ആരും ഉപദേശിക്കണ്ട, എന്നെ ആരും നന്നാക്കാൻ വരണ്ട. എനിക്ക് കള്ളു കുടിക്കാൻ ഞാൻ കള്ളു കുടിക്കും, കഞ്ചാവ് അടിക്കുന്ന ഞാൻ കഞ്ചാവ് അടിക്കും, ഞാൻ മയക്കുമരുന്ന് അടിക്കും, MD അടിക്കും, ഞാൻ എന്തും ചെയ്യും. മൈ ബോഡി മൈ റൈറ്റ്. എൻ്റെ ശരീരം എൻ്റെ അവകാശ. ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം ഞാനാ തീരുമാനിക്കുന്നത്. അത് പറയാൻ നീ ആരാണ്? ഒന്നിനും വഴങ്ങാത്തവരെ, ഒന്നിനും കൂട്ടാക്കാത്തവരെ,
ഒന്നും സമ്മതിക്കാത്തവരെ, തന്നിഷ്ടപ്രകാരം മാത്രം ജീവിക്കും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ, ഒന്നിന് വഴങ്ങാത്തവരും, അപവാദം പറയുന്നവർ, ആത്മനിയന്ത്രണമില്ലാത്തവര്, ക്രൂരന്മാര്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ് ക്രൂരന്മാര് പറഞ്ഞ്. നാട് എങ്ങനെയായിട്ട് തീരും? ക്രൂരന്മാരെ കൊണ്ട് നിറയും. ക്രൂരത വർദ്ധിക്കും, ക്രൂരത വർദ്ധിക്കും. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടും ക്രൂരതകള് ദേശത്ത് വർദ്ധിക്കുമെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. ക്രൂരന്മാര്, എന്തിനും മടിയില്ല സഹോദരങ്ങളെ. തല്ലിക്കൊല്ലാൻ മടിയില്ലാത്തവരെ, നശിപ്പിക്കാൻ മടിയില്ലാത്തവരെ. ഇന്ന് വന്നൊരു വാർത്തയല്ല, കൊല്ലത്ത് ആ മെഡിക്കൽ ഷോപ്പ് തല്ലിപ്പൊളിച്ചു. ഈ കഞ്ചാവ്, ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ആധിപത്യത്തിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഒരു മെഡിക്കൽ ഷോപ്പ് തല്ലിപ്പൊളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിക്രമങ്ങൾ ഉണ്ടാക്കുന്നു, വയലൻസ് പെരുകി പെരുകി വരുന്നു. എന്താ കാരണം? ക്രൂരത, ക്രൂരത, കൊടും ക്രൂരത. ആത്മാ പറയാ, ക്രൂരന്മാരായ മനുഷ്യരുണ്ടാവും. ക്രൂരന്മാരെ, മനസാക്ഷിയില്ലാത്തവരെ, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയവരെ. സഹോദരങ്ങളെ, അവിടെ അവസാനം പറയാണ്, എന്താ പറയുന്നത്? നന്മയെ വെറുക്കുന്നവരെ, നന്മ വെറുക്കുന്നവരെ. നന്മ വെറുക്കുന്നവരെ തനി തിന്മയിലായിരിക്കുന്നവരെ, തനി തിന്മ. അവിടെ ആലോചനയിലും ബുദ്ധിയിലും ഒരു പുതിയ പുതിയ തിന്മകൾ ആസൂത്രണം ചെയ്യുന്നു, ക്രൂരതകൾ ആസൂത്രണം ചെയ്യുന്നു. എങ്ങനെ കൊല്ലാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ തകർക്കാം, എങ്ങനെ നമുക്ക് പണമുണ്ടാക്കാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം. അവർ തിന്മകൾ ആസൂത്രണങ്ങൾ ചെയ്യുകയാണ്. തിന്മകൾ എങ്ങനെ നടപ്പിലാക്കാം അവർ പ്ലാൻ ചെയ്യുന്നു. സഹോദരങ്ങളെ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ വചനത്തിൽ പരിശുദ്ധാത്മാവ് ഈ സത്യങ്ങള്, ഈ കാലഘട്ടത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങള് എഴുതി വെച്ചിരിക്കുക. ചങ്ക് തുറന്ന് കരങ്ങൾ ഉയർത്തി, കർത്താവേ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദേശത്തിന് മേൽ കരുണ ചൊരിയണമേ, ഞങ്ങളുടെ ദേശവാസികളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എല്ലാ അക്രമങ്ങളിൽ നിന്നും, അതിക്രമങ്ങളിൽ നിന്നും, അരാജകത്വങ്ങളിൽ നിന്നും, ക്രൂരതകളിൽ നിന്നും, തിന്മയുടെ പിടികളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിച്ച യേശുവേ, വിളിച്ച് ഒന്നിച്ചു വിളിക്കുന്നു ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, 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 കൃപൊഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. പരിശുദ്ധനായ ദൈവമേ, ആ ഇരുടികൾ പാടുന്നു നമ്മെ. പരിശുദ്ധനായ ബലവാനെ, ദേശത്തിന് മേൽ കരുണ ചൊരിയണമേ, നാടിനെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച്, കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ചു പാടുന്നു. ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മിക്കാ പ്രവചനം 7-ാം അധ്യായം 2-3 വചനങ്ങൾ നമുക്ക് ഒന്നിച്ചു വായിക്കാം. ദൈവഭക്തരായവർ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. വളരെ വിറയലോടെ വേണം. വിറയൽ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധമായ ഹോളി ഫിയർ, ദൈവഭയത്തോടെ വേണം ഈ വചനം വായിക്കാൻ. ദൈവഭക്തരായവർ, യഥാർത്ഥ ആത്മീയതയുള്ളവർ, സത്യവിശ്വാസം ജീവിക്കുന്നവരെ ഇന്ന് വളരെ വളരെ അപൂർവമാണ്. ചുരുങ്ങി ചുരുങ്ങി വരുന്നു എന്ന് വചനം പറയാം. അവർ അപ്രത്യക്ഷമാകുന്നൊരവസ്ഥ, അവരില്ലാതാകുന്ന അവസ്ഥ. കാരണം അത്രമാത്രം തിന്മകളും വഞ്ചനകളും ചതികളും ഓരോന്നിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ലൗകികതയുടെ പേരിൽ, ജഡീകതയുടെ പേരിൽ, സുഖലോലുപതയുടെ പേരിൽ എന്തൊക്കെ ചതികളും വഞ്ചനകളും അക്രമങ്ങളും നടക്കുന്നത്. ദൈവഭക്തരായ മനുഷ്യർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. ഈ വചനം പറയുമ്പോൾ നമ്മൾ നമ്മളെ പരിശോധിക്കണം. ആരുമില്ല. എല്ലാവരും രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു.
ഓരോരുത്തരും സഹോദരനെ കൊടുക്കാൻ വലവിരിക്കുന്ന, എങ്ങനെ അവനെ കൊല്ലാം, അവനെ നശിപ്പിക്കാം, എങ്ങനെ അവനെ ഒതുക്കാം, എങ്ങനെ അവനെ തകർക്കാം, അവനെങ്ങനെ ഇല്ലാതാക്കാം. ഓരോ വ്യക്തിയും സഹോദരനെ കുടുക്കുവാൻ കൊണ്ടോ ചതിയിൽപ്പെടുത്തുവാൻ, അപായപ്പെടുത്തുവാൻ വലവിരിക്കുന്നു, തിന്മകൾ ആസൂത്രണം ചെയ്യുന്നു. ക്രൂരതയാണ് സഹോദരങ്ങളത്, കൊടും ക്രൂരതയാണ്. 3-ാം വചനത്തിൽ പറയുന്നു, തിന്മ പ്രവർത്തിക്കാൻ അവർ ഉത്സാഹത്തോടെ കൈനീട്ടുന്നു. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നതല്ല. ഇന്ന് എവിടെ ചെന്നാൽ ഈ കൈക്കൂലിയാണ്. വളരെ ആത്മാർത്ഥ സത്യസന്ധതയുമുള്ള ഉദ്യോഗസ്ഥരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒതുക്കിക്കളയുന്നു, അവരെ വീർപ്പ് പൊട്ടിക്കുന്നു, അവരെ പുകച്ച് പുറത്ത് ചാടിക്കുന്നു. എത്ര അനുഭവങ്ങൾ സഹോദരങ്ങൾ! ഒരുപോലെ കൈക്കൂലി ആവശ്യപ്പെടുന്നു. സോഷ്യൽ മീഡിയയുടെ കാലമായത്. എന്തൊക്കെയാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെ നമ്മൾ കാണുന്നത്. എത്ര കേസുകളാണ് പിടിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്ന സമയത്ത് പിടിക്കുകയാണ്, വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഉദ്യോഗസ്ഥന്മാരെ. ഈ വിധം നാട് ദുഷിച്ചു പോയി എന്ന് വിലപിക്കുകയാണ്. ജെറമ്യ പ്രവചനം 51:46 ആ വാക്യം കൂടി പെട്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാട്ടിൽ അക്രമം, ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. കർത്താവ് തന്റെ ജനത്തോട് എന്താ പറയുന്നത്? നാട്ടിൽ അക്രമങ്ങള്, ക്രൂരതകള്, അരാജകത്വങ്ങള്, കൊലപാതകങ്ങള്, ദുഷിപ്പുകള്, അരാജകത്വങ്ങൾ, തിന്മകൾ എന്നിവ കേൾക്കുമ്പോൾ എൻ്റെ ജനമേ, നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നമ്മൾ അസ്വസ്ഥരാകരുത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നീതിബോധമുള്ള മനസ്സ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകരുത്. ആത്മാവ് എന്താണ് ഈ വചനത്തിലൂടെ പറയുന്നത്? ആ വചനത്തിന് അവസാന ഭാഗം ഒരിക്കൽ കൂടെ ശ്രദ്ധാപൂർവം വായിച്ച് എന്താ പറയുന്നത്? പ്രചരിക്കുന്ന വാർത്ത കേട്ട്, ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞ് കണ്ണുനീരോടെ ദൈവത്തിന് മുൻപിൽ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തിന്റെ സൗഖ്യത്തിനായി ദൈവം പ്രവർത്തിക്കും. സഹായം ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. കർത്താവിന്റെ കരങ്ങൾ നീട്ടപ്പെടും, കൃപ ഒഴുകും, കരുണ വ്യാപരിക്കും, മാറ്റങ്ങൾ ഉണ്ടാകും, ഡെലിവറൻസുകൾ ഉണ്ടാകും, വിടുതലുകൾ ഉണ്ടാകും, വീണ്ടെടുപ്പ് ഉണ്ടാകും. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്രകാരം ഒരു അവസ്ഥ നമ്മൾ പരിശുദ്ധ വചനത്തിലൂടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്തിൻ്റെ അവസ്ഥകൾ കാണുകയാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ വചനങ്ങളിൽ ഇത്രയും സമയം നിങ്ങളുമായി പങ്കുവെച്ചത്. ഇതെല്ലാം വചനത്തിൽ അടിസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദേശം അക്രമം കൊണ്ട് നിറയുമ്പോൾ, നാട് മുഴുവൻ മ്ലേച്ഛതയും അരാജകത്വങ്ങളും തിന്മകളാലും നിറയപ്പെടുമ്പോൾ ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യം എന്താണ്? ഇത് മറന്ന് നമ്മൾ ജീവിക്കരുത്. നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ദൗത്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. നമ്മളിവിടെ ഉദാസീനരാകരുത്, ശുഷ്കാന്തിയില്ലാത്തവരാകരുത്, അലസരും അശ്രദ്ധയുമുള്ളവരാകരുത്. ഇതെന്റെ വീട്ടിലല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കല്ലല്ലോ സംഭവിച്ചത് എന്നും പറഞ്ഞ് മാറി നിൽക്കരുത്. നമ്മുടെ ദേശം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ നാട് നമ്മുടെ സ്വന്തമാണ്. നമുക്കൊരു ദേശബോധം ഉണ്ടാവണം. നമ്മൾ സഭയെ സ്നേഹിക്കുന്നത് പോലെ ദേശത്തെ സ്നേഹിക്കണം, രാജ്യത്തെ സ്നേഹിക്കണം. നമുക്ക് രാജ്യസ്നേഹം ഉണ്ടാകണം, ദേശബോധം ഉണ്ടാവണം. നമുക്ക് നമ്മുടെ നാടിനോട് ആഴമേറിയ കൺസേൺ, കരുതലും, നമുക്കൊരു ഒരു കരുണയും ഉണ്ടാകണം. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ സഹോദരങ്ങളെ? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവമായ കർത്താവ് ഈ കാലഘട്ടത്തിലേക്ക്, തലമുറയിലേക്ക് നോക്കുമ്പോൾ എന്താ വചനം വെളിപ്പെടുത്തുന്നത്? യെശയ്യാ പ്രവചനം 59-ാം അധ്യായം
15ഉം 16ഉം വചനങ്ങൾ ശ്രദ്ധയോടെ വായിക്കണമേ. സത്യമില്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. ഇവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു. നീതിയില്ലെന്ന് ദൈവം കണ്ടു. അത് അവിടുത്തെ അസന്തുഷ്ടനാക്കി. അത് കർത്താവിനെ വേദനിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നീതി നഷ്ടപ്പെടുന്നു, സത്യമില്ലാതാകുന്നു, ആത്മാർത്ഥത കുറയുന്നു, സ്നേഹം മന്ദീഭവിച്ചു പോകുന്നു, അക്രമങ്ങളും അരാജകത്വങ്ങളും തിന്മകളും പെരുകി പെരുകി വരുന്നു. ഇത് കർത്താവിനെ ഒരുപാട് അസന്തുഷ്ടനാക്കി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഹൃദയത്തെ ഒത്തിരി വേദനിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്നു. തിരുവചനം ശ്രദ്ധിച്ചേ, അതിനെന്താ പറയുന്നത്? അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു. ഈ അവസ്ഥയിൽ ഇടപെടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവ പദ്ധതിയോടെ സഹകരിക്കുവാൻ, ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥത വഹിക്കുവാൻ, കരങ്ങൾ ഉയർത്തുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ അവിടെ ആരുമില്ലെന്ന് കർത്താവ് കാണുക. അങ്ങനെ ആളുകളില്ല. കാരണം എല്ലാവരും സ്വന്തം കാര്യത്തിന് അതിനുവേണ്ടി പലരും ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നത്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദര സഹോദരി നീ ഒരുക്കമാണോ? നമ്മുടെ ദേശത്തോട് നമുക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ? നമ്മുടെ കുടുംബത്തോട് സ്നേഹമുള്ളതുപോലെ നമ്മുടെ നാടിനോട് സ്നേഹമുണ്ടോ? നമ്മുടെ ദേശത്തോട് സ്നേഹമുണ്ടോ? നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിൽ ഒരു തകർച്ച വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ നൊമ്പരം ഉണ്ടാകുമ്പോൾ നമ്മെ എത്രമാത്രം അത് വേദനിപ്പിച്ച് നമ്മൾ എന്തുമാത്രം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ ദേശത്തിന് വേണ്ടി, നാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തേണ്ട നാളുകളാണിത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. അവിടെ ആരുമില്ലെന്ന് ദൈവം കാണുക. പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥം വഹിക്കുവാൻ, പ്രാശ്ചിത്തം അനുഷ്ഠിക്കാൻ ആരുമില്ലെന്ന്. അടുത്ത വചനം ശ്രദ്ധിച്ചേ. ഇടപെടാൻ ആരുമില്ലാത്തതിനാകൊണ്ട് ഇടപെടാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, മുട്ടുമടക്കാൻ, ഇടപെടുവാൻ ആരുമില്ലാത്തതിനാൽ ദൈവം ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി, സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. വീണ്ടും എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 29-30 വചനങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. വളരെ പ്രധാനപ്പെട്ട വചനം. ദേശത്തെ ജനം പിടിച്ചു പറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അവർ ദരിദ്രരെയും അഗതികളെയും ഞെരുക്കുന്നു, പരദേശികളെയും അന്യായമായി പീഡിപ്പിക്കുന്നു. ഈ അവസ്ഥയിൽ കർത്താവ് പറയാ, ഞാൻ ആ ദേശത്ത് നശിപ്പിക്കാതിരിക്കേണ്ടതിനെ, ഈ നാട് നശിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ ദേശം നശിച്ചു പോകാതിരിക്കാൻ, ദേശത്തിനു വേണ്ടി കോട്ട പണിയാൻ, നാടിനു വേണ്ടി പ്രാർത്ഥിച്ച് കോട്ട പണിയാൻ, നമ്മുടെ ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സംരക്ഷണത്തിന്റെ, കൃപയുടെ, കരുണയുടെ കോട്ട പണിയാൻ ആരുമില്ലെന്ന് ദൈവം കാണുക. എന്തൊരു വേദനാജനകമായ അവസ്ഥയാണ്. കേരളത്തിൽ ജനലക്ഷങ്ങളെ വചനം കേട്ട് കൃപയിൽ വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ചില ദർശനങ്ങൾക്ക് മാറ്റം വരുത്തണം. നമ്മുടെ ചില മനോഭാവങ്ങളിൽ മാറ്റം വരേണ്ട സമയമായി. നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോകുന്നവരായി മാറരുത്. ദേശങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം. നമ്മുടെ ദേശത്തിന് സൗഖ്യത്തിന് വേണ്ടി ചങ്ക് പൊട്ടി ദൈവത്തിന് മുമ്പിൽ നമ്മൾ കരയണം, നിലവിളിക്കണം. കർത്താവേ, ദേശത്തോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ നാടിനെ സുഖപ്പെടുത്തണമേ, എല്ലാ ജനങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. നമ്മൾ ത്യാഗമെടുത്ത് 10,000 ദേശത്തിന് വേണ്ടി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നമ്മുടെ ദേശത്തിൽ സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഉറച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേശത്തിനു വേണ്ടി കോട്ട പണിയുവാൻ, നാടിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും ഐക്യതയ്ക്കും സ്നേഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് കോട്ട പണിയുവാൻ അവിടെ ആരുമില്ലെന്ന് ദൈവം കാണുക. എന്തൊരു വേദനയത്, എന്തൊരു പരിതാപകരമായ അവസ്ഥയത്. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കുവാനോ തയ്യാറുള്ള, സമർപ്പണമുള്ള, തീരുമാനമുള്ള ഒരുവനെ ഈ ജനത്തിന്റെ ഇടയിൽ കർത്താവ് അന്വേഷിച്ചു. എന്നാൽ ആരെയും കണ്ടില്ല. എൻ്റെ ദൈവമേ, ആരെയും കണ്ടില്ല.
നമുക്ക് പറയാൻ പറ്റണം, ഐ ആം റെഡി ലോർഡ്. കർത്താവേ, ഞാൻ റെഡിയാ കർത്താവേ, അങ്ങയുടെ പദ്ധതി നിറവേറ്റാൻ ഞാൻ തയ്യാറാ കർത്താവേ. ഞങ്ങളുടെ നാടിനെ കുറിച്ചുള്ള അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ റെഡിയാ കർത്താവേ. ഐ ആം റെഡി ലോർഡ്. ഞങ്ങൾ തയ്യാറാ കർത്താവേ, ഞങ്ങൾ തയ്യാറാണ് ഈ ദൈവ പദ്ധതിയോട് സഹകരിക്കുവാൻ കർത്താവേ. അങ്ങയുടെ തീരുമാനത്തോട് യെസ് പറയുവാൻ, അങ്ങ് നൽകുന്ന ഈ ദൗത്യത്തോട് യെസ് പറഞ്ഞ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്, റെഡിയാണ്. എത്ര പേർക്ക് തീരുമാനമുണ്ട് എന്റെ സഹോദരങ്ങളെ? നമുക്ക് എത്ര പേർക്ക് തീരുമാനമുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. സമർപ്പണത്തിലേക്ക് കൃപ ഒഴുകട്ടെ, പ്രതിബദ്ധതയിലേക്ക് കൃപ ഒഴുകട്ടെ, ജീവിതങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. ജീസസ്, 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 ജീസസ്. കർത്താവിനോട് പറയണം, ഐ ആം റെഡി ലോർഡ്, ഐ ആം റെഡി ലോർഡ്. അതിനുള്ള സമയമാണിത്. തുറന്നുള്ള സമയങ്ങളിൽ, ദിനങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. എസെക്കിയേൽ പ്രവചനം 9:4. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലൊരു അസാധാരണമായ സംരക്ഷണവും ഒരു കൃപയുടെ മുദ്രയും നമുക്ക് കർത്താവ് തരുന്നു. ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നാടിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദേശവാസികൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേൽ അത്ഭുതകരമായ സംരക്ഷണ മുദ്ര, കൃപയുടെ മുദ്ര തന്ന് കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മളെ അവിടുന്ന് സൂക്ഷിക്കുന്നു. വചനം വെളിപ്പെടുത്തുക. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, എസെക്കിയേൽ പ്രവചനം 9:4. ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. ഇപ്പൊ തൃശ്ശൂർ പട്ടണത്തിലൂടെ, തിരുവനന്തപുരത്തിലൂടെ, കോഴിക്കോട്, എറണാകുളം, കൊച്ചി, കോട്ടയം, ചങ്ങനാശ്ശേരി, കണ്ണൂർ, കാസർഗോഡ് എന്നുവേണ്ട നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്തിലുള്ള പട്ടണങ്ങളിലൂടെ കടന്നു പോകാൻ പറയാണ്. നമ്മളുമായി ഇതിനെ ബന്ധപ്പെടുത്തുക. നീ ആ പട്ടണങ്ങളിലൂടെ കടന്നു പോവുക. അവിടെ നടമാടുന്ന, ആ പട്ടണങ്ങളിൽ നടമാടുന്ന മ്ലേച്ഛതകള്, തിന്മകള്, ക്രൂരതകള്, അവിടെ നടമാടുന്ന അക്രമങ്ങള്, കൊലപാതകങ്ങള്, ദുഷിപ്പുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. എത്ര പവർഫുള്ളായ വചനം! അവരുടെ നെറ്റിയിൽ ദേശത്തിന് വേണ്ടി നിലവിളിച്ച് കരയുന്നവരുടെ നെറ്റിത്തടത്തിൽ അടയാളമിടുക, മുദ്രയിടുക. അവർ എൻ്റെ വിശ്വസ്തരായ ആത്മാക്കളാണ്, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ സിറ്റികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എറണാകുളം, കൊച്ചി നമുക്കറിയാം, അവിടെയൊക്കെ വലിയ മാഫിയ സംഘങ്ങൾ പിടിമുറുക്കി, മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ സെക്സ് റാക്കറ്റുകൾ, എന്തൊക്കെ നടക്കുന്ന സഹോദരങ്ങൾ. എറണാകുളത്തും കൊച്ചിയിലും മാത്രമല്ല, നമ്മുടെ മുഖ്യ പട്ടണങ്ങളിലും ഈ ഒരു തകർച്ച നമ്മൾ കാണും, ഈ ഒരു വിനാശം നമ്മൾ കാണുക. അതാ പറയുക, പട്ടണങ്ങളിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് ദൈവത്തിന് മുൻപിൽ ആരെല്ലാം കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവോ, നെടുവീർപ്പിട്ട് കരങ്ങൾ വിരിക്കുന്നുവോ, അവരുടെ നെറ്റിയിൽ മുദ്രയിടുക, അവരുടെ നെറ്റിയിൽ മുദ്രയിടുക, അവരുടെ നെറ്റിയിൽ മുദ്രയിടുക. സഹോദരങ്ങളെ, ഈ കൃപ സ്വീകരിക്കണം. യുഗാന്ത സഭയിൽ ഈ അവസാന നാളുകളിൽ ഈ കൃപ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ നാടിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എത്ര ശക്തവും എത്ര ആവശ്യവുമാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക. നമ്മൾ വീണ്ടും പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1 തിമോത്തി 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജനത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആദ്യമേ അപേക്ഷിക്കുന്നു. 2-ാം വചനത്തിലോട്ട് വന്നേ, എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും, കേട്ടോ, നമുക്ക് ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർ, ആരാണ് ഈ രാജാക്കന്മാര്? നമ്മുടെ രാജ്യത്തിൻ്റെ തലവന്മാർ, പ്രധാനമന്ത്രി, മന്ത്രിമാര്, കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി, നമ്മുടെ മറ്റു മന്ത്രിമാര്, അതുപോലെ തന്നെ പലവിധ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറുകളിലുള്ള ഗവൺമെൻറ് ഓഫീഷ്യൽസുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ജുഡീഷ്യറി, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സെക്ടറുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ, ഐക്യം ഉണ്ടാവാൻ,
മനസമാധാനത്തോടു കൂടി നമ്മൾ ഐക്യത്തോടെ ജീവിക്കാൻ നമ്മുടെ രാജാക്കന്മാർ, നമ്മുടെ അധികാരികൾക്ക് വേണ്ടി, സെക്യുലർ വേൾഡിലെ റൂളേഴ്സ് അധികാരികൾക്ക് വേണ്ടി, അതുപോലെ സഭയുടെയും അധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? സമാധാനപൂർണമായ ജീവിതം നമുക്കുണ്ടാകാൻ. നാട്ടിൽ അക്രമവും അടിപിടിയും കൊലപാതകങ്ങളും തിന്മകളും പെരുകിയാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, സമാധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? അതുപോലത്തെ ക്രൂരതകളും തിന്മകളും അരങ്ങേറുന്നു. വീണ്ടും വചനത്തിലോട്ട് വന്നേ. ഉന്നത സ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. 3-ാം വചനത്തിൽ പറയാണ്, ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുൻപിൽ. അപ്പൊ നാടിനു വേണ്ടി, ദേശത്തിന് വേണ്ടി, നമ്മുടെ അധികാരികൾക്ക് വേണ്ടി, ഏത് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേണ്ടി, രാജ്യത്തിന്റെ അധികാരികൾക്ക്, നാടിന്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ വളരെ സ്വീകാര്യമായ ഉത്തമമായ പ്രാർത്ഥനയാണെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. 1-2 വചനം കൂടി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ ഒരുങ്ങാണ്. 2 ദിനവൃത്താന്തം. ഈ വചനമാണ് ഹീൽ ദ ലാൻഡ് എന്ന ശുശ്രൂഷയുടെ അടിസ്ഥാന വചനം, ആധാര വചനം. 2 ദിനവൃത്താന്തങ്ങൾ 7:14 തൻ്റെ ജനത്തോട് ആത്മാവ് പറയുന്ന ആലോചന മനസ്സിലാക്കി ആ വചനം വായിച്ച്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം, മൈ പീപ്പിൾ, എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും. ഒന്നാമത് നമ്മൾ കർത്താവിൻ്റെ മുഖം തേടണം. ഈ തകർച്ചയിലും ഈ കൊടിയ തിന്മകളിലും ഈ ക്രൂരതകളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ മുഖം തേടണം, ദൈവസന്നിധിയിലേക്ക് വരണം. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് പ്രത്യാശയോടെ വരണം, ജാഗ്രതയോടെ വരണം. നിങ്ങൾ എന്നെ തേടുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. കണ്ടോ, നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകളിൽ ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകാൻ, ദൈവകൃപയുണ്ടാകാൻ. സഹോദരങ്ങളെ, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മെ തന്നെ എളിമപ്പെടുത്തി താഴ്മയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. 3-ാമത് പറയാണ്, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കണം, ദൈവസന്നിധിയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ പാപ വഴികൾ ഉപേക്ഷിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധമാക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധമാക്കണം. പാപ വഴികളിൽ നിന്ന്, എല്ലാവിധ അശുദ്ധികളിൽ നിന്ന്, അവിശ്വസ്തതകളിൽ നിന്ന്, ലോകമോഹങ്ങള്, ജഡീക ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മൾ ശുദ്ധിയുള്ളവരാകണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. എന്തിനായി? ദേശത്തിന്റെ സൗഖ്യത്തിനായി. ഹീൽ ദ ലാൻഡ്, നാടിന്റെ സൗഖ്യത്തിനായി നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് താഴ്മയോടെ പ്രാർത്ഥിച്ച് നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ, ഇതാണ് നമ്മൾ ദേശത്തിന് വേണ്ടി ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ഇതാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ അരികിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഒപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തന്നെ ശുദ്ധീകരിച്ച് സകല പാപങ്ങൾ വിട്ടുപേക്ഷിച്ച് ദൈവത്തിന് മുമ്പിലേക്ക് വരികയാണ്. ഇപ്രകാരം നമ്മൾ ചെയ്താൽ കർത്താവ് തരുന്ന പ്രോമിസ് എന്താണ്? കർത്താവിന്റെ വാഗ്ദാനം എന്താണ്? ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം, കണ്ടു, നിങ്ങളുടെ ദേശത്തെ സമ്പുഷ്ടമാക്കും. അത് ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കണം. ഹീൽ ദ ലാൻഡ്. നിങ്ങളുടെ ദേശത്തെ ഞാൻ സുഖപ്പെടുത്തും. എല്ലാവിധത്തിലും ഞാൻ നിങ്ങളുടെ ദേശത്തെ സുഖപ്പെടുത്തും. അത് ഞാൻ ഹീൽ ചെയ്യും. ഞാൻ ദേശത്തിന് സൗഖ്യം തരും. സഹോദരങ്ങളെ, ഇതാ ഇന്ന് സംഭവിക്കേണ്ടതാണ്. നമ്മൾ അതിനുവേണ്ടി കരങ്ങൾ ഉയർത്തണം. ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവചനം, ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ
പരിശുദ്ധാത്മാവി വചനം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ടുണ്ട്. ദൈവജനം ഹൃദയം നുറുകി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിരസിക്കാൻ കർത്താവിന് പറ്റുകയില്ല. കണ്ണുനീരോടെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ നമ്മുടെ നേരെ കാതുകൾ അടച്ചു കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ഉത്തരം തരുന്നവനാണ്, നമ്മളെ സഹായിക്കുന്നവനാണ്, നമ്മുടെ സങ്കടങ്ങൾ കണ്ട് നമ്മെ സുഖപ്പെടുത്തുന്നവനാണ്, നാടിനെ അനുഗ്രഹിക്കുന്നവനാണ്, ദേശത്തെ വിശുദ്ധീകരിക്കുന്നവനാണ്. സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 18-ാം വചനം നിങ്ങളൊരു 10-25 പേര് കേൾക്കുന്ന സ്വരത്തിൽ ഉച്ചത്തിൽ വായിക്കുക. നമ്മൾ ഇപ്രകാരം ചെയ്താൽ എന്താണ് ദൈവമായ കർത്താവ് തരുന്ന വാഗ്ദാനം? നിന്റെ ദേശത്ത് ഇനി അക്രമത്തെ പറ്റി കേൾക്കുകയില്ല. എല്ലാവരും ഒരുമിച്ച വചനം പറഞ്ഞേ, നിന്റെ ദേശത്ത് ഇനി അക്രമത്തെ പറ്റി കേൾക്കുകയില്ല. നിന്റെ ദേശത്ത് ഇനി അക്രമത്തെ പറ്റി കേൾക്കുകയില്ല. അക്രമത്തെ പറ്റി കേൾക്കുകയില്ല എന്ന് കർത്താവ് ഉറപ്പ് തരിക. എപ്പോഴാ? ദൈവജനം ഈ ദൈവ പദ്ധതി മനസ്സിലാക്കി ദൈവത്തിനു മുമ്പിൽ കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് എളിമയോടെ ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. ദേശത്തിന് മേൽ കൃപ ഒഴുകും, കരുണ വ്യാപരിക്കും, സൗഖ്യം വെളിപ്പെടും. ഇനി നിന്റെ ദേശത്ത് അക്രമത്തെ പറ്റി, നിന്റെ നാട്ടിൽ അക്രമത്തെ പറ്റി നീ കേൾക്കുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു. അതിന്റെ 2-ാം ഭാഗം നിങ്ങൾ വായിച്ച വചനം, ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല. അവിടെ അക്രമങ്ങൾ ഉണ്ടാവില്ല, ശൂന്യതയുണ്ടാവില്ല, നാശങ്ങൾ ഉണ്ടാവില്ല, ക്രൂരതകൾ ഉണ്ടാവില്ല, അരാജകത്വങ്ങൾ ഉണ്ടാവില്ല. നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. കവാടങ്ങളെ രക്ഷയെന്നും മതിലുകളെ സ്തുതിയെന്നും നീ വിളിക്കും. ആമേൻ. ആമേൻ. ഇതെപ്പോഴാണ് ഈ സംഭവിക്കുന്നത്? ഈ ദൈവപ്രവൃത്തി എപ്പോഴാണ് വെളിപ്പെടുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ അത്ഭുതം നടക്കും. സഹോദരങ്ങളെ, വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനത്തിന് പരാജയമില്ല. ഇത് പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ച് കൃപയായി സ്വീകരിച്ചോ. യേശു പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. ഈ വചനത്തിൽ ഉറപ്പായി വിശ്വസിക്കുക.